പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ മുഹമ്മദ് ഫർമാൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി നാളെ. വ്യാജരേഖകൾ കെട്ടിച്ചമച്ചാണ് മുഹമ്മദ് ഫർമാനും സംഘവും പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നേടിയെടുത്തതെന്ന് മധ്യപ്രദേശ് സർക്കാർ കോടതിയെ അറിയിച്ചു. വിവാഹത്തിന് നിയമസാധുതയില്ലെന്നും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്നും മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിലെടുത്ത കേസിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് നാളെ വിധി പറയാൻ മാറ്റിയത്. വിവാഹം തന്നെ നിയമവിരുദ്ധമെന്ന് മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വ്യാജരേഖ ചമച്ചുവെന്ന കുറ്റവും മുഹമ്മദ് ഫർമാനെതിരെ നിലനിൽക്കും. ഇരയായ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല. ജനന സർട്ടിഫിക്കറ്റിൽ കൃത്രിമത്വം നടന്നു. ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ജനന സർട്ടിഫിക്കറ്റ് നേടിയെടുത്തത്. ജനന രജിസ്ട്രാറുടെ മുന്നിൽ പെൺകുട്ടി വ്യാജ വിവരം നൽകിയെന്നും മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. സർട്ടിഫിക്കറ്റിലെ ജനന ദിവസവും ആശുപത്രി രേഖകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. വ്യത്യസ്ത മതത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹം ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തിയത്. എന്നാൽ വിവാഹം മതാചാരപ്രകാരമല്ല നടന്നത്. മതാചാരപ്രകാരം അല്ലാത്ത വിവാഹത്തിന് നിയമസാധുതയില്ല. വ്യാജരേഖ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന് നിയമസാധുതയില്ലെന്നും മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ പ്രായപൂർത്തിയായിട്ടുണ്ടെന്നും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടത്തിയതെന്നുമായിരുന്നു മുഹമ്മദ് ഫർമാന്റെയും പെൺകുട്ടിയുടെയും വാദങ്ങൾ. ജനം, കൊച്ചി.